ബിഗ് ബോസിലെ ഗെയിമുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞ് കുറേ ചെളിമണ്ണിൽ കുറേ ബോളുകൾ വെച്ചിട്ടുണ്ട്. ആ ബോളുകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് അവരുടെ പേരെഴുതിയ ആ ഒരു ചെറിയ ബാസ്ക്കറ്റ് ബോൾ ഒരു സംഭവമുണ്ട്, അതിൽ കൊണ്ട് വെക്കുന്ന ആളാണ് വിജയിക്കുക, ഏറ്റവും കൂടുതൽ ബോളുകൾ. അപ്പോൾ ഇതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും അവിടെ ആ ചെളിയിൽ നിൽക്കുന്ന ആൾക്കാർ പുറത്താവും. അങ്ങനെയാണ് ഈ മത്സരം. അതിൽ ആദ്യത്തെ പ്രാവശ്യം ഇവരെല്ലാം കൂട്ടത്തോടെ പുറത്തായി. അവർ ചെളിമണ്ണിലായിരുന്നു കൂടുതൽ പേര്. അങ്ങനെ ഇവർ രണ്ടാമത് ഒരു അവസരം കൂടെ ബിഗ് ബോസ് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത് ഈ മത്സരം ഒന്നുകൂടെ നടത്തുകയാണ് ചെയ്തത്. ഇതിൽ ഭയങ്കരമായ വഴക്കുകൾ നടക്കുന്നുണ്ട്. അതിന് കാരണം സിജോയും റോക്കിയും ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്നു. സിജോ എടുക്കുന്ന ബോളുകളെല്ലാം റോക്കിക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ സിജോ റോക്കിയെ ജയിപ്പിക്കാൻ നോക്കുന്നു. ഇത് കണ്ടുപിടിക്കുന്ന ജാസ്മിൻ ഭയങ്കര ബഹളം വെക്കുന്നു. ഇത് ചതിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെക്കുന്നു. അത് എടിപൊടി വിളിയൊക്കെ റോക്കിയായിട്ട് ജാസ്മിൻ ഉണ്ടാവുന്നു. പൊടാന്നും എടാന്നൊക്കെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട്. ഭയങ്കരമായ വഴക്ക്. പക്ഷേ ജാസ്മിന് സിജോയുടെ അത്രയും ദേഷ്യമില്ല, പക്ഷേ റോക്കിയോട് നല്ല ദേഷ്യമായി. അതിന് കാരണമുണ്ട്. ജാസ്മിൻ്റെ നേരെ കൈ എന്താ പറയുക, ദേഹത്തോട്ട് മുട്ടിച്ചാണ് ഇദ്ദേഹം വരുന്നത്. ഭയങ്കരമായ ഇടി പൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എടാപോടാ വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മത്സരം, ഈ മത്സരത്തിലേക്ക് നമ്മുടെ രതീഷ് വരുന്നു. രതീഷ് എല്ലാത്തിനും കയറി ഇടപെടുന്നതാണ്. അങ്ങനെ റോക്കിയായിട്ടും വഴക്കാവുന്നു. ഒന്നും തള്ളും പോലെ വരുന്നു. ഉടനെ ബിഗ് ബോസ് വിളിക്കുന്നു. ഇവരെ രണ്ടുപേരും വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇതിൽ തന്ത്രം ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ രതീഷ് പുറത്ത് വന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ബോളുകൾ യമുനയ്ക്ക് കൊടുക്കും, യമുന ചേച്ചി വിജയിപ്പിക്കും എന്ന് പറയുന്നു. പിന്നെ മത്സരം നടക്കുന്നു. പക്ഷേ ഇതിൽ ഒരു വിജയെ കണ്ടെത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. മത്സരം ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് നിർത്തി വച്ചിരിക്കുകയാണ്. പക്ഷെ ഉടനെ തുടങ്ങും. കുറേ പേരൊക്കെ ഔട്ടായിട്ടുണ്ട്. ഇതിൽ ക്യാപ്റ്റനായി ഇതുവരെ ആരെയും കണ്ടെത്തിയിട്ടില്ല. വളരെ രസമുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ രതീഷൊക്കെ ആരെയൊക്കെയോ അനുകരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. റിയാസിനെയോ റോബിനെയോ ഒക്കെ അനുകരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു.